സഹോദരന്മാരെ, ഇവരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സയകൂനു ഫീ ആഖിറിസ് സമാനി, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഉണ്ടാകും ദജ്ജാലൂന, കുറേ ദജ്ജാലുകൾ ഉണ്ടാവും. ഒരു ദജ്ജാല് മാത്രം അല്ല, കുറേ ദജ്ജാലുകൾ ഉണ്ടാകും. ദജ്ജാലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കബളിപ്പിക്കുന്നവർ. അതായത് സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിച്ച് ആളുകളെ കബളിപ്പിക്കുന്നവർ എന്നാണ് ദജ്ജാലു എന്ന വാക്കിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു ധാരാളം ദജ്ജാലുകൾ ഉണ്ടാകും, ഒന്നും രണ്ടൊന്നും അല്ല. അപ്പൊ പിന്നെ നമ്മൾ നിസ്കാരത്തിൽ മസീഹുദ് ദജ്ജാലിൽ നിന്ന് കാവൽ ചോദിക്കാറുണ്ട്. മസീഹുദ് ദജ്ജാല് അത് ഈ ദജ്ജാലുകളുടെ ഒക്കെ ഏറ്റവും വലിയ ടോപ്പ് നേതാവാണ്. അവൻ അവസാനം വരിക, നേതാക്കന്മാർ ലാസ്റ്റല്ലേ വരിക. അപ്പോ എല്ലാ ദജ്ജാലുകളുടെയും നേതാവായ മസീഹുദ് ദജ്ജാല് അവസാനം വരും. ഈ മസീഹുദ് ദജ്ജാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയാവും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ. ഏത് ദജ്ജാലിനെയും നേരിടാൻ ഒരു മഹാനുണ്ടാവും. അപ്പോ ആ ദജ്ജാലിനെ പറയുമ്പോൾ നമുക്ക് മൂസാ നബിനെ ഓർമ്മ വരും. ഫിറഔനെ പറയുമ്പോഴും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഓർമ്മ വരും. ഫിറഔനെ പറയുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഓർമ്മ വരും. നമ്രൂദിനെ പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഓർമ്മ വരും. അബൂജഹലിനെ പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മ വരും. അപ്പൊ എപ്പോഴും ഒരു പ്രതിപക്ഷത്ത് ഒരു നേതാവ്, ഭരണപക്ഷത്ത് ഒരു നേതാവ് എന്ന് പറഞ്ഞത് അതിന് സത്യത്തിന്റെ നേതാവ്, അസത്യത്തിന്റെ നേതാവ് അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ആഗോളതലത്തിലുള്ള ഒരു നേതാവാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ആഗോളതലത്തിൽ അറിയപ്പെടുന്ന മുസ്ലിമീങ്ങളോട് പല നിലക്കും പലതും ചെയ്യുന്ന നേതാവാണ് ജോർജ് ബുഷ്. ജോർജ് ബുഷിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനോട് കൂട്ടിപ്പറയാൻ മറുഭാഗത്ത് കാന്തപുരം ഉസ്താദ് തന്നെയാണ് ഉള്ളത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പൊ മൗലവി, അപ്പൊ നമ്മളെ മുസ്ലിമീങ്ങളൊക്കെ കേട്ടപ്പോ തക്ബീർ ചൊല്ലി. കേരളത്തിലെ ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ബഹുമാനം പറഞ്ഞപ്പോ തക്ബീർ ചൊല്ലി. മൗലവി പ്രസംഗത്തിൽ പറയുന്നു ജോർജ് ബുഷിന്റെ പേര് കേട്ടിട്ട് എല്ലാ കുഞ്ഞാടുകളും തക്ബീർ ചൊല്ലി. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇയാൾക്ക് കിതാബിൽ എത്ര വിവരം ഉണ്ടാവും? അതായത് ഒരു പ്രസംഗം മനസ്സിലാക്കുന്ന സമയത്ത് ആ തക്ബീർ എങ്ങോട്ടാ മടങ്ങിയത് എന്ന് മനസ്സിലാകാത്ത മനുഷ്യന് വമീറൊക്കെ മടങ്ങിയത് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മൗലവി പറഞ്ഞു കാന്തപുരം 50 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ സ്ത്രീകൾ പള്ളിയിൽ പോകാറില്ല എന്ന് പറഞ്ഞു. അത് തെളിയിക്കാൻ കഴിയോ? പേരോട് നിന്ന് ഭയങ്കര വെല്ലുവിളി. അതിന്റെ നേരെ ചോടേവരി കട്ടിട്ടാണത് ആയുഷ്കാലുണ്ടായത്. അതിന്റെ നേരെ ചോടേവരിയിലുണ്ട് ഇങ്ങനെ സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന ഒരു വാദം 50 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് കേട്ടിട്ടില്ല എന്നുണ്ട്. ആ വാദപ്രകാരമുള്ള പോക്കാണ് 50 കൊല്ലത്തിന് മുമ്പില്ല എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് 50 കൊല്ലം മുമ്പ് ലോകത്തെവിടെയും ഒരു സ്ത്രീയും ഒരു പള്ളിയിലും കയറിയിട്ടില്ല എന്നല്ല. കാരണം എത്രയോ സ്ത്രീകൾ ഹജ്ജിന് പോകാറുണ്ട്, അവർ പള്ളിയിൽ തവാഫ് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. അത് ജുമുഅ ജമാഅത്തിന് വേണ്ടി പോകുന്നതല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്, അത് ജുമുഅ ജമാഅത്തിന് വേണ്ടി പോകുന്നതല്ല. അങ്ങനെ പള്ളിയിൽ 50 കൊല്ലം മുമ്പ് ഒരു സ്ത്രീയും കയറിയിട്ടില്ല എന്നല്ല കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. അതുപോലെ ഏതെങ്കിലും വിവരമില്ലാത്ത ഏതെങ്കിലും സ്ത്രീകൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊട്ട് ഇസ്ലാമിൽ തെളിവും അല്ല.